നമ്മുടെ ഇലക്ഷനൊക്കെ വളരെ ആവേശത്തോടുകൂടെ കഴിഞ്ഞു. വളരെ ആകാംക്ഷയോടുകൂടെ ഭരണപക്ഷം തുടരുമോ, പ്രതിപക്ഷം ഭരണപക്ഷത്തേക്ക് വരുമോ എന്ന ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന നമ്മൾ ഏതായാലും അതിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നതിന് മുമ്പ് പുതിയ ഒരു ഭരണം അല്ലേ, ഈ 5 വർഷം കഴിഞ്ഞു, ഇനി ഒരു പുതിയ ഒരു മന്ത്രിസഭ വരാനിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. വീഡിയോ പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും ഒരു കാറിൽ സഞ്ചരിക്കുന്ന ഒരു ഫാമിലി. അപ്പോൾ അതിൽ അനിയനുണ്ട്, ജ്യേഷ്ഠനാണെന്ന് തോന്നുന്നു. ആ ജ്യേഷ്ഠൻ അനിയനോട് ചോദിക്കുകയാണ്, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. കുട്ടികളാണല്ലോ, സ്വാഭാവികമായും ചെറിയ കുട്ടികളാകുമ്പോൾ അതിൻ്റെതായ രൂപത്തിലാണല്ലോ കുട്ടികൾ മറുപടി പറയാം. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയോട് ഓനോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ കുട്ടീൻ്റെ വല്ലാത്തൊരു ആകാംക്ഷയോടുകൂടെ, ആ ഒരു പ്രതീക്ഷയോടുകൂടെ, വല്ലാത്ത സന്തോഷത്തോടുകൂടെ കുട്ടി പറയുകയാണ്, എനിക്കൊരു സൈക്കിളാണ് വേണ്ടത് അല്ലേ. സ്വാഭാവികമായിട്ടും അത്രയും നല്ല ലാളിത്യത്തിന്റെ ഉടമയായ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങിക്കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം നമ്മളെ വിഷയം, അപ്പോൾ അതിൻ്റെ കുട്ടിയുടെ വിഷയം അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. അത് തിരുത്തി കൊടുക്കാൻ രക്ഷിതാക്കൾ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു പക്ഷേ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ആവേശത്തിനിടയിൽ അത് ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ അത് തിരുത്തി കൊടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ആ ഒരു ചിട്ടയിൽ നടക്കുന്ന മാത്രമല്ല, ഒരു പക്ഷേ ആ ഒരു മര്യാദയോട് കൂടി ആയിരിക്കും ആ വീഡിയോ എടുക്കുന്നതിനിടയിൽ ആ കാറിന്റെ ബാക്കിൽ സീറ്റിൽ ഇരിക്കുന്ന ഒരു മാതാവുണ്ട്, നിക്കാവൊക്കെ ധരിച്ച നല്ല ഒരു അതവുള്ള, കാരണം ഷിയാറക്കുള്ള ഇസ്ലാമിന്റെ ആ ഒരു ചിഹ്നങ്ങളൊക്കെ പാലിക്കുന്ന ഒരു ഉമ്മയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പബ്ലിക്കായി പോകുന്ന ഒരു വീഡിയോയ്ക്ക് ഇടയിലായിട്ട് ആ ഉമ്മ പറയുന്നതും ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അതുകൂടി നമ്മൾ ചേർക്കണം. പിന്നെ സ്വാഭാവികമായിട്ടും കുട്ടികളാണ്, കുട്ടികളായിട്ടുള്ളതായ ശൈലിയായിരിക്കും ഉപയോഗിക്കുക. അത് കാലക്രമേണ ഓരോ കുട്ടികൾക്കനുസരിച്ചും അത് മാറ്റം, അതുപോലെ ഓരോരുത്തർക്കും അതിൻ്റെതായ പക്വതയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നതായ ആ ഒരു സമയത്ത് തിരുത്തലാണല്ലോ സാധാരണ. ഇവിടെ നാം വീഡിയോയിൽ വരാൻ കാരണം പലരും കമന്റ് ഇട്ടത് റെസ്പെക്റ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ റെസ്പെക്ട് എന്നുള്ളത് നാം എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതാണ് നമ്മളാണ് മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കേണ്ടത്. കമന്റ് ഇട്ട പലരും ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടും സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളായിരിക്കും. അവിടെയൊന്നും റെസ്പെക്ട് കീപ്പ് ചെയ്യാത്ത ആളുകളായിരിക്കും ഒരുപക്ഷെ ഇതിനെതിരെ കമന്റ് ആയിട്ട് വന്നിട്ടുണ്ടാവുക അല്ലേ. പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഭരണപക്ഷത്ത് നിൽക്കുന്ന ആളുകളും പൂർണ്ണമായിട്ടും ഒരാൾക്കും പൂർണ്ണമായിട്ടും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ്. എന്നിരുന്നാൽ പോലും അനിഷ്ട പ്രവർത്തനങ്ങൾ വാക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ നാം പലപ്പോഴും റെസ്പെക്ട് കീപ്പ് ചെയ്യാറുണ്ടോ? അത് ആരായാലും ശരി, അത് നമ്മളാണ് മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കേണ്ടത്. കാരണം ഒരു ഉന്നത തലത്തിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഒരു MLA ഒരു MP എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ആളുകൾ നൽകുന്ന ഒരു വലിയ പദവിയാണ്. അപ്പോൾ ആ പദവികൾ നമ്മൾ ദുരുപയോഗം ചെയ്യുന്ന രൂപത്തിലുള്ള വാക്കുകളോ പ്രവർത്തനങ്ങളോ നമ്മിൽ നിന്നുണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതും, അതുപോലെ തന്നെ സമരം ചെയ്യുന്ന ആളുകളൊക്കെ സമരം നമ്മൾ ചെയ്യണം, പക്ഷേ അതിൻ്റെതായ രൂപത്തിലായിരിക്കണം എന്ന് മാത്രം. റെസ്പെക്ട് എപ്പോഴും കീപ്പ് ചെയ്യണം അല്ലെ. ഒരു MP ആയിട്ടുണ്ടെങ്കിൽ, ഒരു MLA ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മന്ത്രി ആയിട്ടുണ്ടെങ്കിൽ, അത് ആരും ആയാലും ശരി, പ്രത്യേകിച്ച് ഭരണപക്ഷത്തുള്ളവർ ആളുകൾ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ, പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ഭരണപക്ഷ ബഹുമാനത്തോടുകൂടെ എങ്ങനെയായിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം ആളുകൾ വലിയ ബഹുമാനത്തോടുകൂടെ, ആദരവോടുകൂടെ ആ സ്ഥാനം നമ്മിലേക്ക് അർപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് സ്വയം കിട്ടിയതല്ല, ആളുകൾ ഒന്നടങ്കം അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും നമുക്ക് വേണ്ടി ചാർത്തി തന്ന ഒരു വലിയ മഹത്തായ സ്ഥാനമാണ്. ആ സ്ഥാനത്തെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്നുള്ളതായ ആ ഒരു ഉറച്ച തീരുമാനം നമ്മൾ പ്രതിജ്ഞ എടുത്താൽ മാത്രം പോരാ, അത് നമ്മുടെ പ്രവൃത്തികളിൽ കാണുമെന്ന വിശ്വാസത്തോടുകൂടെ